എൻ്റെ പ്രിയമുള്ളവരെ, ഉടമ്പടി ഇത്ര മനോഹരമായ രീതിയിൽ എല്ലാ ദിവസങ്ങളിലും ജനങ്ങൾ അവരകപ്പെട്ടു പോയ കെണികളിൽ നിന്നും അവർ അകപ്പെട്ടു പോയ കുഴഞ്ഞ സീറ്റിൽ നിന്നും കർത്താവിൻ്റെ ഉറച്ച പാറമേലെ എടുത്തവരെ ഉയർത്തി നിർത്തിയ ഒത്തിരി സാക്ഷ്യങ്ങൾ. ബൈബിളിലെ ഒരു വാഗ്ദാനമാണ്, കുഴഞ്ഞ സീറ്റിൽ നിന്നും നിന്നെ പൊക്കിയെടുത്ത് ഉറച്ച പാറമേൽ നിർത്തും. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. 27-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. സങ്കീർത്തനം 27:5. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ക്ലേശകാലത്ത് ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ ഇസ്രായേൽക്കാർ ഓടിപ്പോയി രക്ഷപ്പെട്ടിരുന്ന സ്ഥലമാണ് ഉയർന്ന പാറ. വിശ്വാസ ജീവിതത്തിനും അവരുടെ ആധ്യാത്മികമായ അനുഭവം അങ്ങനെയാണ്. ദൈവം അവരെ കടങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും ജീവിത ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് ഉയർന്ന പാറമേൽ അവരെ കൊണ്ടുപോയി സുരക്ഷിതമായി നിർത്തുന്ന അനുഭവത്തോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തനം 27 അങ്ങനെ പാടുന്നത്. ഇത് ഉടമ്പടിയിലൊരു നിത്യസംഭവമാണ്. ആൾക്കാരെ ക്ലേശകാലത്ത് തൻ്റെ കൂടാരത്തെ ദൈവം സംരക്ഷിക്കുന്നു, ഉയർന്ന പാറമേൽ നിർത്തുന്നു. ഉടമ്പടി ഈ ക്ലേശകാലത്തെ നമ്മളെ പരിപൂർണമായി പെർഫെക്റ്റായിട്ട് സംരക്ഷിക്കുന്ന ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ പാക്കേജ്, ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് പ്രോജക്റ്റാണ് ഉടമ്പടി. ഇത് അച്ഛൻ പറയണതല്ല, 2 സാമുവേൽ 23:5 അതിമഹാവചനമാണത്. ഉടമ്പടിയെ സംബന്ധിക്കുന്ന 2 സാമുവേൽ 23:5. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. അത് മനുഷ്യനിവിടെ 2 അടിസ്ഥാന കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് നിത്യരക്ഷ, രണ്ടാമത്തത് അനുദിന അഭിലാഷങ്ങൾ, അത് ആവശ്യങ്ങൾ. 2 കാര്യങ്ങളെ നമുക്ക് നമ്മളുടെ മെയിൻ്റനൻസ് എവിടെയാണ് വരണത്? ഒന്ന് നമ്മുടെ അനുദിന ആവശ്യങ്ങൾ. അനുദിന ആവശ്യങ്ങളിൽ വീട്, ജോലി, വിവാഹം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സിംഗപ്പൂർ ധ്യാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻസ് എല്ലാം അവിടെ PR-ൻ്റെ ഇൻറ്റൻഷൻസാണ് മെയിൻ ഇൻറ്റൻഷൻസ്. 30 കൊല്ലം അവിടെ താമസിക്കുന്ന മലയാളികൾക്കും പെർമനൻ്റ് റെസിഡൻസ് ഇല്ല. 30 കൊല്ലമായിട്ട് അവിടെ താമസിക്കുന്നവർക്കും പെർമനൻ്റ് റെസിഡൻസ് ഇല്ല. സ്ഥിരമായ ഒരു അവിടുത്തെ സിറ്റിസണിൻ്റെ, അവിടെ ആൾക്കാരെ 3ആയിട്ട് തിരിച്ചിരിക്കുക. സിറ്റിസൺ എന്ന് വെച്ചാൽ പൗരന്മാർ, പിന്നെ PR ഉള്ളവർ, പെർമനൻ്റ് റെസിഡൻസ് ഉള്ളവർ, പിന്നെ ഈ ന്യൂ കമേഴ്സ് ആയിട്ടുള്ളവർ. അവർ ശരിക്കും പറഞ്ഞാൽ ഫോറിനേഴ്സായിട്ടാണ് അവർ കൂട്ടണത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ ആൾക്കാർക്ക് ചികിത്സാ ചിലവ് ഒരു രോഗത്തിന് 5000 രൂപ വന്നു കഴിഞ്ഞാൽ സിറ്റിസൺസിന് വെറും 500 രൂപയെ വരത്തുള്ളൂ. ഇതിങ്ങനെ എല്ലാത്തിലും ഉണ്ട്. എല്ലാ താരിഫിലും ഈ ജീവിതത്തിൻ്റെ സേവകൾ. അപ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്നവർക്ക് ഏണിങ് ഉണ്ടാക്കാൻ വലിയ പാടാണ്. കുടുംബമായിട്ടൊക്കെ അവിടെ ജീവിക്കാൻ പാടാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ജോലി ഉണ്ടാകണം. ഇപ്പോൾ നിങ്ങളിങ്ങനെ ചാടിക്കയറി ഇന്ത്യ വിട്ട് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവരെല്ലാം സേഫാണെന്ന് നിങ്ങൾ ധരിക്കരുത്.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. കുറേ പേര് ഓക്കെയാണ്, പക്ഷേ എല്ലാവരും അതുപോലെ ഓക്കെ അല്ല. നിങ്ങളൊക്കെ പൈസ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ ലോൺ എടുത്തായിരിക്കും നിങ്ങൾക്ക് തരണത്. കാരണം നിങ്ങളവരെ കാണുന്നത് എങ്ങനെയാണ്? വിദേശത്ത് ജോലിയുള്ളവരായിട്ടല്ലേ കാണുന്നത്. അവരവിടെ നിലനിന്ന് പോകാൻ എന്തുമാത്രം പാടുപെടണമെന്നുണ്ട് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഓരോരോ ഞാനിവിടെ ചെന്നപ്പോൾ രസമുണ്ട്, എനിക്ക് ചിരി വന്നത്, ഒരു കാറിന് $50,000, അതിൻ്റെ ടാക്സ് $1,00,000. എങ്ങനെയാണ് ഇത് ശരിയാകണത്? ഒരു കാറിന് $50,000, അതിൻ്റെ ടാക്സ് $1,00,000. അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് ഇങ്ങനെ വരണം ചെയ്ത്. ഇപ്പം നമുക്കിപ്പോൾ 15 കൊല്ലത്തെ ടാക്സ് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂക്കും മുഞ്ഞിയൊക്കെ ചളങ്ങി വരണമുണ്ടല്ലേ. ഗവൺമെൻറ് നമ്മുടെയൊക്കെ ഒന്ന് 15 വർഷത്തെ ടാക്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ മൂക്കൊക്കെ ഒരു ചുണ്ട് ഒരു വശത്തേക്ക് മാറും, ചളങ്ങി വരും. പക്ഷെ നോക്കി എന്തൊക്കെ ഉണ്ടാകുക കാര്യം വെച്ചാൽ എല്ലാവരും സ്ഥലം കുറവേ ഉള്ളൂ, അവിടെ സ്ഥലം കുറവേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാരെല്ലാം വണ്ടി എടുക്കാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുകയും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാൽ മതി, ആരും വണ്ടി എടുത്ത് കറങ്ങണ്ടെന്നാണ് പറയണത്. കാര്യം സ്ഥലമില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ടാക്സ് ഇരട്ടിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ വിചിത്ര വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എന്തുമാത്രം മനോഹരമായ ജീവിതമാണ് ഇവിടെ ഇന്ത്യയിൽ ജീവിക്കണത്. എന്തൊരു മനോഹരമാണെന്ന് സഹിക്കാൻ പറ്റാത്ത അത്രയും നല്ല മനോഹരമാണ്. ഞാൻ ഈ സിംഗപ്പൂർ ഓരോ രാജ്യങ്ങളിൽ പോയപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് അതിനേക്കാൾ എത്രയോ ബ്യൂട്ടിഫുള്ളാണ് ഈ എറണാകുളം. എറണാകുളത്തുനിന്ന് തുറമുഖത്തുനിന്ന് നമ്മൾ നേരെ പോയാൽ നമ്മൾ ആ പക്ഷിസങ്കേതം വരെ കോതമംഗലം വരെ പോകുമ്പോൾ ഒരു വലിയൊരു സാമ്രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിമനോഹരവും നൈസർഗികവും ഇങ്ങനെ ക്രിയേറ്റഡ് ആയിട്ടുള്ള, കൃത്രിമമല്ല, മനോഹരമായ സ്വന്തം രാജ്യത്ത്. ഇപ്പോൾ ചില സമയത്ത് ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ് അവിടെ. അപ്പോൾ ഞാൻ അവിടുത്തെ അച്ഛനോട് പറഞ്ഞു, സ്ട്രെസ്സിൻ്റെ ഒരു കാരണം എന്താണ്, ഇവരെല്ലാവരും എനിക്ക് മനസ്സിലായത് ഒരു ഡ്രസ്സുണ്ട്, ജോലിയുടെ ഡ്രസ്സുണ്ട്, അതെല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്, എല്ലാ രാജ്യങ്ങളും. നമുക്കില്ല ഡ്രസ്സ്. പക്ഷേ നമുക്ക് ഡ്രസ്സ് വന്നാൽ ഇറങ്ങി നടക്കാം വഴിയിലോട്ട്, നാട്ടുകാരെ കാണാം, സംസാരിക്കാം, കുറച്ച് സങ്കടം പറയാം. അപ്പോഴൊക്കെ ഇതെന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ കെട്ടി മേലോട്ട് പൊക്കിയിരിക്കുക. അതുകൊണ്ട് ഗുണമുണ്ട്, സുനാമിയൊക്കെ വന്നാൽ അവർ രക്ഷപ്പെടും. നമ്മൾ ഇപ്പോൾ ഓടേണ്ടി വരത്തില്ല. കാര്യം എല്ലാവരും ഫ്ലാറ്റിൽ, എല്ലാം ഫ്ലാറ്റാണ്, 10-70 നിലയുള്ള ഫ്ലാറ്റുകളാണ് അത് താമസിക്കണം. അപ്പോൾ ഞാനൊക്കെ കുറച്ച് സേഫാണല്ലോ ഇത്, ഇപ്പോൾ ഒരു സുനാമിയൊക്കെ വന്നാൽ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എന്താണ്, എന്തെങ്കിലും ഒരു ഡ്രസ്സ് വന്നാൽ ഈ ഫ്ലാറ്റിനകത്ത് കിടന്ന് കറങ്ങി കളിക്കുകയുള്ളൂ, ഒരു കൂട്ടിലകപ്പെട്ട കിളിയെപ്പോലെ. അപ്പോൾ ഡ്രസ്സ് കൂടും. ഡ്രസ്സിങ്ങനെ ഈ വികീരണം ചെയ്ത് പോകാനുള്ള ഒരവസ്ഥ അവിടെ ഇല്ല. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഈ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ കുറവായത് കാരണം മനുഷ്യൻ പൊതുവെ ഡ്രസ്സാണ്. ഈ ഉടമ്പടിക്കുണ്ടാകുന്ന പ്രശ്നം, ഈ ഡ്രസ്സുകാരൊക്കെ ഉടമ്പടി എങ്ങനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അഭിഷേകത്തിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ആധ്യാത്മികത വളരുമ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ബ്ലെസ്സിങ്സാണ് വരുന്നത്, അനുഗ്രഹങ്ങൾ. ഉടമ്പടിക്കും അങ്ങനെയല്ലേ, അനുഗ്രഹങ്ങളാണ് വരുന്നത്. ഈ അനുഗ്രഹങ്ങൾ എല്ലാ കാലങ്ങളിലും ദൈവം തരും. പക്ഷേ അനുഗ്രഹങ്ങളുടെ ഒരു കുഴപ്പം, വേറെ എന്തെങ്കിലും ഒരു പുതിയ ഒരു വിഷയം ജീവിതത്തിലുണ്ടായാൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ അനുഗ്രഹത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് രോഗമാണെങ്കിൽ ആ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ, ഇപ്പോൾ വേണ്ടല്ലോ, ഒരു പനി മതിയല്ലോ, നല്ലൊരു ഭക്ഷണം വെച്ചിരിക്കുകയാണ്, പനിയാണെങ്കിൽ കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഭക്ഷണം എന്നുള്ളത് അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകണം, അത് ആസ്വദിക്കാൻ പറ്റിയ. പനിയാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല, ഇല്ലേ? അപ്പോൾ അനുഗ്രഹം കിട്ടിയത് കൊണ്ടും ആ അനുഗ്രഹത്തിൻ്റെ അനുബന്ധമായിട്ട് അനക്സറായിട്ട് വരുന്ന ഒരു ചുറ്റുപാട്, അനുകൂല ചുറ്റുപാടുകളുണ്ട് ജീവിതത്തിന്. ഈ ചുറ്റുപാടുകൾ ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. അതാണ് പ്രശ്നം. ജീവിതത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, ഈ നമുക്ക് അനുഭവങ്ങൾ ആസ്വദിക്കാം. ചില സമയത്ത് അനുഭവങ്ങൾ നമുക്ക് ആസ്വാദ്യമല്ലാത്ത സമയത്ത് പ്രതികൂലമായ ചുറ്റുപാടുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് വിഷയം വരുന്നത്. ചുറ്റുപാടുകൾ ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. അതൊരു സീരിയസ് വിഷയമാണ് ജീവിതത്തിൻ്റെ. നമ്മുടെ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ, എൻ്റെ സെക്കൻഡ് ഘട്ടത്തിൽ വരുമ്പോൾ ചുറ്റുപാടുകൾ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞിന് അസുഖമാണെങ്കിൽ നമ്മൾ അനിയത്തിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ട്. അനിയത്തിൻ്റെ കല്യാണം നമ്മൾ ഇങ്ങനെ ആറ്റുനോറ്റ് കാത്തിരുന്നതാണ്.
കാര്യം നമ്മൾ കല്യാണം കഴിച്ച് പോകുന്ന ഇനി അപ്പായുടെ ഒരു ബാധ്യതയും നമ്മുടെ ഒരു ബാധ്യതയാണ് അവളെ പറഞ്ഞു വിടുക എന്ന്, അവളൊരു സേഫായിട്ടുള്ള സ്ഥലത്ത് വിടുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അപ്പം നമ്മളും അനിയത്തിയുടെ കൂടെ അവളുടെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പറ്റുന്നതൊക്കെ വേണം പൊന്നൊക്കെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുത്ത് നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷത്തിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ കുഞ്ഞ് ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഷോക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല, സിറ്റുവേഷൻ മാറി. അപ്പോൾ അനിയത്തിയുടെ കല്യാണം ഒരു അനുഗ്രഹമാണെങ്കിലും നമ്മുടെ കുഞ്ഞിന് അസുഖം വന്ന കാരണം ഈ കല്യാണത്തിൻ്റെ സന്തോഷം നമുക്ക് കിട്ടണില്ല. ഈ കാലാവസ്ഥയെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യണത്? ഉടമ്പടി മനോഹരമായിട്ട് അഡ്രസ്സ് ചെയ്യും. അതിന് ഇതിന് അനുഗ്രഹത്തിൻ്റെ സെക്കൻഡ് ഘട്ടം എന്ന് പറയുന്നത് അഭിഷേക തലമാണ്. അഭിഷേകം ഞാൻ എപ്പോഴും വളരെ തന്ത്രപൂർവ്വം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവാനുഭവ മേഖല ഈ അഭിഷേക തലമാണ്. കാര്യം നിങ്ങൾ ഈ അനുഗ്രഹ തലങ്ങളിൽ ഞാനിപ്പോൾ നിങ്ങളോട് ശാസിക്കും, ചിലപ്പോൾ നിങ്ങൾ തോന്നിയ വാസമൊക്കെ ഞാൻ പറയും, നിങ്ങളെ ട്രെയിൻ ചെയ്യും. ഞാനിത് ഉദ്ദേശിക്കുന്നത് ഈ അനുഗ്രഹ തലത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിമാറി അഭിഷേക തലത്തിലേക്ക് വരണമെന്നാണ്. അഭിഷേക തലത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും നമുക്ക് വേണ്ടത് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പകരം ദൈവത്തെ തന്നെ മനുഷ്യന് അനുഭവേദ്യമാകണം. ഈ ഒരു ഷിഫ്റ്റിംഗ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഉടമ്പടി ഭയങ്കര തന്ത്രപരമായ ക്ലാസ്സാണ്. പക്ഷേ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. എല്ലാവരും അനുഗ്രഹത്തെ ലെവലിൽ നിൽക്കുന്ന കാരണം, അനുഗ്രഹം കിട്ടുന്ന കാരണം അവരിങ്ങനെ സാക്ഷിയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് അനോയിൻറ്റിങ് ലെവലാണ്, അഭിഷേക തലമാണ്. അഭിഷേക തലത്തിൻ്റെ ടെക്നിക്കാലിറ്റി, എൻ്റെ ഒരു തന്ത്രമെന്ന് പറയണത്, ഒരു തന്ത്രജ്ഞാനമെന്ന് പറയണത്, അഭിഷേകം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വസ്തു അല്ലെങ്കിൽ വിഷയം മാറിയിട്ട് വ്യക്തിയിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യണം. വ്യക്തി എന്ന് പറഞ്ഞത് ആരാണ്? ദൈവമായിരിക്കണം ഈ നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കാൾ നമുക്ക് പ്രാധാന്യമായിട്ട് വരേണ്ടത്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചാലും കുഴപ്പമില്ല, അനുഗ്രഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നിന്നെ വേണം, നീ എൻ്റെ കൂടെ താമസിക്കണം. അതാണ് വിഷയം. അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, പക്ഷേ ഷിഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക് ഒരു ഉടമ്പടി 1-2 പുതുക്കി. ഇപ്പോൾ ദിവസങ്ങളിൽ വിനീഷ്യ എന്നും പറഞ്ഞൊരു മോളൊരു സാക്ഷ്യമുണ്ടായി. സിമ്പിൾ സാക്ഷിയാണ്, വലിയ സാക്ഷ്യമൊന്നും ഇല്ല അതിനകത്ത്. കാര്യം അവൾ ചെറുപ്പക്കാരത്തിയാണ്. ചെറുപ്പക്കാരുടെ സാക്ഷ്യം അത്ര ആഴപ്പെട്ട സാക്ഷ്യമൊന്നും അവർ പറയത്തില്ല, പക്ഷേ അവിടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറയും. എനിക്ക് ചെറുപ്പക്കാരുടെ സാക്ഷ്യം ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഈ ജീവിതവും ലോകവുമായിട്ട് ഏറ്റുമുട്ടി പരിക്കേറ്റ വലിയ ദൈവാനുഭവത്തെക്കുറിച്ചൊന്നും അവർക്ക് അറിയത്തില്ലെങ്കിലും അവരുടെ എഡ്യൂക്കേഷൻ ലെവലിലെ കുറേ സാക്ഷ്യങ്ങൾ, പ്രൊഫഷണൽ ലെവലിലെ കുറേ സാക്ഷ്യങ്ങൾ പറയും. അത് യൂത്തിനത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കും. വിനീഷ്യയുടെ സാക്ഷ്യം, വിനീഷ്യ ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളാണ്. പുള്ളിയുടെ ആധ്യാത്മിക നിലവാരം പുള്ളി പറയുന്നുണ്ട്. ഞാൻ കുടുംബ പ്രാർത്ഥനക്കൊന്നും ഇരിക്കത്തില്ല, മാതാവിനോട് പ്രത്യേക ഡിവോഷനൊന്നുമില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയണത്. അവിടെ ലെവൽ അതാണ്. ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല. കാര്യം ഇരിക്കത്തില്ലെന്നല്ല, ഷി ഹാസ് നോട്ട് ട്രെയിൻഡ് സച്ച് എ വേ. ആ രീതിയിൽ അവൾ ട്രെയിൻ ചെയ്തിട്ടില്ല. ട്രെയിൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസബിലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൾ ട്രെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവരിങ്ങനെ ട്രെയിനിങ്ങിന് വിധേയമാകുന്ന ആളല്ല. അതുകൊണ്ട് അപ്പം പറഞ്ഞാൽ കേൾക്കത്തില്ല, അമ്മ പറഞ്ഞാൽ കേൾക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ വരത്തില്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് അങ്ങ് ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ കാര്യം ദൈവത്തിന് പകരം നമുക്ക് വേറെ ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ നമുക്കിഷ്ടമുണ്ട് ഇഷ്ടമില്ല, താല്പര്യമുണ്ട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഈ മനുഷ്യന്മാർക്ക് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമെന്ന് ദൈവത്തിന് അറിയാം. കാര്യം മനുഷ്യന് ഓരോ സമയത്ത് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ഹൃദയം ഇടിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് കമാൻഡ് റെഗുലേഷൻ തരാഞ്ഞ കാര്യം അതാണ്. ഇപ്പോൾ ചോറ് കഴിക്കണമെങ്കിൽ വാ പൊളിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചോറ് കഴിക്കത്തില്ല, ഓക്കെ. പക്ഷേ എന്നാൽ നമുക്ക് കുറച്ച് നാൾ ജീവിക്കാൻ പറ്റും. ആരെങ്കിലും പിടിച്ചു തല്ലി നമ്മളെ തീറ്റിക്കുക ആൾക്കാർ. പക്ഷേ ഈ ഉദ്ദേശത്തിൽ തന്നെ കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യവും അധികാരവും ഹൃദയത്തിന് കൊടുത്തില്ലല്ലോ ദൈവം. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് വരുന്ന പ്രശ്നം ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ദൈവത്തിന് പകരം നമുക്ക് എന്തെല്ലാം കാര്യമുണ്ട്. ഇപ്പോൾ കിഡ്നിക്ക് പകരം കിഡ്നി വരാൻ പോകുന്നു അല്ല, പുതിയ കിഡ്നി. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ നടക്കത്തില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഹൃദയം മാറ്റി വെക്കണ പോലെ ഇപ്പോൾ കിഡ്നി മാറ്റി വെക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആടുകളിലും പൂച്ചകളിലും അതിൻ്റെ പരീക്ഷ നടന്നു കഴിഞ്ഞു.
അപ്പോൾ ഇനി മനുഷ്യരിലേക്ക് വരുമ്പോൾ ഇപ്പോഴ് വരുന്ന ഇടയ്ക്ക് ഈ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കുന്നതിൻ്റെ കിഡ്നി. ദൈവം എന്തെല്ലാം ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്ന സംഭവം? ദൈവം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവർ കണ്ടുപിടിക്കണാണ് ചെയ്യണത്. അത് കണ്ടുപിടുത്തമല്ല, ഇറ്റ് ഈസ് ദെയർ, ഇവരുണ്ടാക്കിയതല്ല. ദൈവം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവർ കണ്ടുപിടിക്കുന്നു. നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പൊതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടി തുറന്ന് നോക്കുന്നു, അത്രേ ഉള്ളൂ. പെട്ടി തുറന്നും പറഞ്ഞ് ആ പൊതി ഉണ്ടാക്കിയ ആൾ വേറെയല്ലേ. അപ്പം അത്രയേ ഉള്ളു കാര്യങ്ങൾ. അപ്പോൾ ഈ വിഷയം അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓരോ കാര്യത്തിന്, ഹൃദയത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും, കിഡ്നിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാലും ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നീ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നിനക്ക് നഷ്ടം. നീ ഏതെങ്കിലും ഈ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ദൈവം, കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം നൽകുന്നുണ്ട്. കണ്ടെത്തണോ വേണ്ടതെന്നുള്ളത് അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. ടേക്ക് ദ വെടഫോർഡ്, എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. സന്തോഷത്തിൽ കൈയടിച്ചുകൊണ്ട് ഒരുമിച്ച് പാടാം. നല്ല പ്രഭാതമാണ്. കർത്താവിന്റെ മഹത്വത്തിനായി ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജെറമിയ 29:14. മറന്നു പോകരുത് വചനം. ജെറമിയ 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞേ. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. സന്തോഷത്തോടെ വെറുതെ പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമുക്ക് തരുന്ന ചില ഞെരുക്കങ്ങളില്ലേ, ഞെരുക്കങ്ങൾ. അപ്പം ഞെരുക്കങ്ങളാണെന്നല്ല നിങ്ങൾ പറയേണ്ടത്. ഇതാണ് വിഷയം. 29:14 വിഷയം. എന്താണ്? എന്നെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ ഇടയാക്കും. അതാണ് വിഷയം. ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായി. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ മക്കളെ, ദൈവാനുഭവത്തിൻ്റെ പ്രഥമ അനുഭവ തലമെന്ന് പറയുന്നത് ബ്ലെസ്സിങ്സ് ആണ്, അനുഗ്രഹമാണ്. ദാറ്റ് ഇസ് ഓൺലി എ ഫിസിക്കൽ ഫേവേഴ്സ്. ഭൗതികമായ ആനുകൂല്യമാണ്. അതിൻ്റെ നേച്ചർ യൂസ് ആൻഡ് ത്രോ. കഴിഞ്ഞ കൊല്ലം കിട്ടിയ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ഇന്ന് ഓർക്കുന്നുണ്ടോ നമ്മൾ? ഇല്ല. ചിലത് ഓർക്കും, ചിലത് ഓർക്കത്തില്ല. അനുഗ്രഹങ്ങളുടെ ഒരു അവസ്ഥയാണ് അത്. ചില സമയത്ത് വിസ്മൃതമായി പോകും. നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങൾ പോലും നമ്മൾ തന്നെ വിസ്മരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും വിഷയം എന്ന് പറയുന്നത്, ഈ വിഷയത്തെക്കാൾ ഉപരി മക്കൾ വ്യക്തിയെ, ആ അനുഗ്രഹം തരുന്ന ദൈവത്തെ, ആ സെക്കൻഡ് സ്റ്റെപ്പിൽ, ആധ്യാത്മിക സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ വിഷയത്തെക്കാൾ ഉപരി, അനുഗ്രഹത്തെക്കാൾ ഉപരി ഈ വ്യക്തിയെ ഫോക്കസ് ചെയ്യണം. ആരാ? കർത്താവേ, നീ തന്നെ ഞങ്ങളുടെ കൂടെ വരണം. അതാണ് വിഷയം.
അതാണ് ഉടമ്പടിയുടെ പ്രസൻസ് എന്ന് പറയുന്ന ഒരു സത്യം. പ്രസൻസ് അത് 2-3 വചനങ്ങൾ നമുക്കുണ്ട്. പുറപ്പാട് 33:14, ജോഷുവ 1:9. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്ന്. ശക്തനും ധീരനുമായിരിക്കണമെന്ന്. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവയുടെ ദൈവം പറയുന്നത്, എനിക്ക് ഈ മോസസിനോട് പറയുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ളത്, പുറപ്പാട് 33:14 കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ളത് ജോഷുവ 1:9. അവിടെ പറയുന്ന അതൊരു അഭിഷേക തലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മോസസിനോട് പറയുന്നത് എന്താണ്? ഞാൻ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇറ്റ്സ് ഓക്കെ. ദാറ്റ്സ് എ റെലം ഓഫ് ബ്ലെസ്സിങ്സിൻ്റെ ലെവലാണ്. അതൊരു അനുഗ്രഹത്തിൻ്റെ ലെവലാണ്. ആശ്വാസം നൽകുകയും ചെയ്യും. അതായത് പുറപ്പാട് 33:14. പക്ഷേ ദൈവ അനുഭവത്തിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ജോഷുവയോട് പറയുന്നുണ്ട്, എന്താണ്? മോസസ് മരിച്ചുപോയി, മോസസിൻ്റെ കാലം കഴിയുകയാണ്, ഇനി നീയാണ്. ഇനി എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അപ്പോൾ നീ എവിടെ, മോസസിനോട് പറഞ്ഞതിനേക്കാൾ ഈ പ്രോമിസ് കുറച്ചുകൂടി അങ്ങ് ദൈവം അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്നുള്ളതാണ് പുറപ്പാട് 33:14 പ്രോമിസ്. അവിടെ ആശ്വാസം മാത്രമാണ് അതിൻ്റെ, അത് ബ്ലെസ്സിങ് ലെവലിൽ കിടക്കുകയാണ്. ജോഷുവ 1:9 വരുമ്പോൾ മോസസിൻ്റെ കാലം കഴിഞ്ഞു, ഇനി ദൈവവും ജോഷുവയും തമ്മിലുള്ള ഇടപാടുകളാണ് ഉള്ളത്. ആ ഇടപാടുകളിൽ ദൈവം ജോഷുവയോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശ്വാസം നൽകുന്നത് പറയണത് എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ ഏത് കാട്ടിൽ പോയാലും കടലിൽ മുങ്ങിയാലും ഐ വിൽ ബി ദെയർ വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുക. എൻ്റെ ദൈവവേദലേ, ഇതിനേക്കാൾ വലിയൊരു പ്രോമിസ് നമുക്ക് ആവശ്യമുണ്ടോ? ദാറ്റ് മീൻസ് എന്താ ദൈവം പറയണത്? എൻ്റെ ദൈവവേദലേ, നീ വെന്റിലേറ്ററിലാണെങ്കിൽ പോലും ഐ വിൽ ബി വിത്ത് യു. കൈയടിച്ച് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇവിടുത്തെ ഈ അപ്ഗ്രേഡ് ഷിഫ്റ്റിങ്ങും വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കണം. ഒന്ന്, പുറപ്പാട് പറയുന്നത് 33:14 പറയുന്നത്, ഞാൻ നിനക്ക് ആശ്വാസം നൽകും, ഞാൻ നിൻ്റെ കൂടെ വരും, ഞാൻ നിനക്ക് ആശ്വാസം നൽകും. അതിനകത്ത് കുറച്ച് പരിമിതികളുണ്ട്. ആശ്വാസം എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സാണ്, കൺസോളേഷൻ. ഇപ്പം സെക്കൻഡ് ജോഷുവയുടെ കാലം വരുമ്പോൾ ജോഷുവയോട് പറയും, എന്ത് പറയും? നീ ശക്തനും ധീരനുമായിരിക്കണം. ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതായത് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് ശത്രുക്കൾ ഉണ്ടാവത്തില്ലെന്നോ ശത്രുക്കളില്ലാത്ത സ്ഥലത്തുകൂടി ഞാൻ നിന്നെ കൊണ്ടുപോകുന്നോ ഒന്നും അല്ല പറയണത്. അതാണ് വിഷയം. രോഗങ്ങൾ നിനക്ക് ഉണ്ടാവത്തില്ലെന്നോ രോഗങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് കൂടി ഞാൻ നിന്നെ കൊണ്ടുപോകുന്നു അങ്ങനെ പ്രോമിസില്ല. ഇവിടെ എന്താ പറയണത്? രോഗങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകും, ക്ലേശങ്ങളുണ്ടാകും. ഈശോ ആ ലെവലിൽ ആ നിലവാരത്തിൽ തന്നെയാണ് ഈശോ നിൽക്കുന്നത്. എന്താണ്? ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ആട്ടേക്ക് ഇവിടെ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് ചോദിക്കേ. നിങ്ങൾ എൻ്റെ അനുഗ്രഹത്തിൽ സമാധാനം കണ്ടെത്താനല്ല പറയണത്. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ആൾ വ്യക്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി വീട് വിവാഹം ജപ്റ്റ് മാറണം.
നിങ്ങൾ എന്നിട്ട് ഈ വിഷയത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്താ പറയണത്? നിങ്ങൾ എൻ്റെ അനുഗ്രഹത്തിലല്ല സമാധാനം കണ്ടെത്തേണ്ടത്, പിന്നെ എന്താണ്? നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. പറഞ്ഞ നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇതാണ് ജോഷുവയോടും പറയണത്. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ഇപ്പോഴും ഈശോയും പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ധൈര്യമായിരിക്കാൻ പറയും. ഇതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇപ്പോൾ വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ പരീക്ഷ നമ്മൾ പിള്ളേരെല്ലാം പറയുന്നത്, കർത്താവേ ഇന്ന് ചില പിള്ളേർ തിരികെത്തിക്കത്തില്ലേ പണ്ടൊക്കെ, കണക്ക് സാർ വരാതിരിക്കാൻ വേണ്ടി, സർക്കസ് കണക്ക് സാറിന് വണ്ടി ഇടിക്കാൻ വേണ്ടി. ഞാൻ കത്തിച്ചില്ല കേട്ടാ, പിള്ളേരൊക്കെ പറഞ്ഞ കേൾക്കാം, ദൈവമേ ആ കണക്ക് സാറിനെ വണ്ടി ഇടിച്ചാൽ മതിയായിരുന്നു. എന്തിനാണ്? ഡിക്റ്റേഷൻ കേട്ടെഴുത്തുണ്ട്, വന്നാൽ തെറ്റിക്കഴിഞ്ഞാൽ അയാൾ പണ്ട് ചൂരൽ പ്രയോഗം നടത്തും. അതിനു വേണ്ടിയാണ്. അപ്പം പക്ഷേ കണക്ക് സാറിൻ്റെ വണ്ടി ഇടിച്ചിട്ട് സമാധാനം കണ്ടെത്താനൊന്നും പറ്റത്തില്ല. നമ്മൾ എഴുതേണ്ട പരീക്ഷ നമ്മൾ തന്നെ എഴുതണം. അതാണ് വിഷയം. നമ്മൾ എഴുതേണ്ട പരീക്ഷ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലേ? ഈ ഭൂമിയിൽ എല്ലാവരും തന്നെ, ഞാൻ ഏറ്റവും ഓർക്ക് പാമ്പുകളും അതുപോലെ പക്ഷികളും എല്ലാം ഇവിടെ സമാധാനമായിട്ടല്ല ജീവിക്കണത്. എല്ലാം ഇങ്ങനെ പ്രിഡേറ്റർമാരുടെ പുറകെ നടക്കുന്ന വേട്ടക്കാരി. പക്ഷികൾ തന്നെ എന്തൊരു വേട്ടക്കാരാണ്. നമ്മുടെ കോഴിക്കുഞ്ഞിനൊക്കെ ആന രാജ്യം വന്ന് എടുത്തിട്ട് പോകാൻ കണ്ടിട്ടില്ലേ? വേട്ടക്കാരുടെ. അപ്പോൾ ഈ കോഴികളും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം ഏതെങ്കിലും സമയത്ത് റാഞ്ചപ്പെടുമെന്നുള്ള പേടി അതുങ്ങൾക്ക് ഉണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു ഗുണമുണ്ട്. അധികം ബുദ്ധി കൊടുത്തിട്ടില്ല ദൈവം. നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യം, നമുക്ക് കാര്യങ്ങൾ അറിയാം, മറ്റൊരു കാര്യം അറിയാൻ പാടില്ല. ചുമ്മാ വിളക്ക് തിരിച്ചടിക്കുന്ന സമയത്ത് റാഞ്ചിക്കൊണ്ട് പോകും. അധികം ടെൻഷനില്ല നിങ്ങൾക്ക്. എന്നാലും ഒരു ചെറിയ പേടി നിങ്ങൾക്കുണ്ട്. നിലനിൽപ്പ് ഒരു ഭയം തന്നെയാണ് ഇവിടെ. ജീവജാലങ്ങളാണ്. വളരുമ്പോൾ വളർച്ചയുടെ പ്രശ്നങ്ങളുണ്ട്. ആ വളരണം എന്ന് പറയുമ്പോൾ വളർച്ചയുടെ പ്രശ്നങ്ങളെ മാറ്റാൻ പറ്റത്തില്ല. പിന്നെന്ത് ചെയ്യും? ഈശോ പറയും, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. പിന്നെന്ത് ചെയ്യണം? എങ്കിലും ധൈര്യമായിരിക്കണം. കാര്യം എന്താണ്? നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. കാര്യം എന്താണ്? ഞാൻ ഈ തീക്കടൽ നീന്തിയ ആളാണ്. അപ്പം നിങ്ങൾ തീക്കടൽ നീന്തിയ ആളെ കൊണ്ട് നിങ്ങളെക്കൊണ്ട് ഞാൻ ചെറിയ തോടൊക്കെ നീന്തിക്കും. കാര്യം എന്താണ്? ഞാൻ തീക്കടൽ. എന്ത് രസമായിട്ട് ഈശോ പറയണത്. ഒരു വിഷയം ഈശോയുടെ കൂടെ തരണം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തമാക്കിയാണ് ഈ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് വിനിഷ ഈ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നീട്
കുറേ ICCMR അങ്ങനെ കുറേ പരീക്ഷകൾ എഴുതുന്നുണ്ട്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റുകൾ PhDക്ക് വേണ്ടി എഴുതുന്നുണ്ട്. ഇവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നീട് PhD എടുക്കണം. അതൊരു പ്രോസസ്സിങ്ങാണ്. അതിന് പിന്നെ വല്ല അസിസ്റ്റൻ്റ് പ്രൊഫസറോ വല്ലതും ഒക്കെ ആയിട്ട് കയറാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് പോകണമെങ്കിലും ഈ PhDയുടെ ആ പ്രോസസ്സിൽ മുമ്പത്തേക്കാൾ സിലബസ് കട്ടിയായി. വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പോയി എഴുതാനൊന്നും പറ്റത്തില്ല. ചോദ്യങ്ങളൊക്കെ എല്ലാം കൃത്യമായ മറുപടി കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും ക്ലിയർ കട്ട് ആൻസർ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്നും ഇവൾക്ക് അറിയത്തില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ടെൻഷനുണ്ട്. ഈ ടെൻഷൻ്റെ കൂടെ ഈ ഇങ്ങനെ ഓരോരോ ഇൻ്റർവ്യൂ, അതുപോലെ ഹോസ്പിറ്റല് സ്കാനിങ്, ബയോപ്സി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ട് വരുന്നവരെ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട്. ഈ ടെൻഷനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് വിശ്വാസ പ്രയോഗം വെച്ചിരിക്കുന്നത്. ഉടമ്പടിയിലെ വിശ്വാസം തന്നെ നമ്മളെപ്പോഴും സാധാരണ ഉപയോഗിക്കുന്നത് വിശ്വാസം പ്രയറൈസ് ചെയ്യാണ്, ഫെയ്ത്ത് സെറ്റ് ഇൻ ടു പ്രയർ. അതോടുകൂടി നമ്മുടെ ആധ്യാത്മിക ജീവിതം ഏതാണ്ട് 70 വയസ്സ് കൊണ്ട് തീരുകയാണ്. ചില ആൾക്കാർ ആ പ്രാർത്ഥനയുടെ തരത്തിൽ മരിച്ചു പോകും. പക്ഷേ വിശ്വാസത്തിൻ്റെ ദൈവാനുഭവം അവർക്ക് ആഴപ്പെട്ടത് കുറവായിരിക്കും, ദൈവ സാന്നിധ്യം കുറവായിരിക്കും. ദൈവ സാന്നിധ്യമല്ല, അവർ ബ്ലെസ്സിങ്സ് തന്നെ. ദൈവത്തെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് അനുഗ്രഹം, എനിക്കിപ്പോൾ അനുഗ്രഹം ആവശ്യമില്ലെന്നൊക്കെ പറയത്തില്ല ആൾക്കാർ. കാര്യം അങ്ങനെ കുറച്ച് കാര്യം സെറ്റപ്പുള്ള ആൾക്കാർ പറയും എനിക്ക് അനുഗ്രഹം ആവശ്യമില്ല, ഞാൻ പള്ളിയിൽ പോകണില്ലെന്ന്. അനുഗ്രഹത്തെ അല്ലല്ലോ ദൈവത്തെ എന്തിനാണ് നമ്മൾ തേടുന്നത്? ദൈവത്തിന് വേണ്ടിയാണ് തേടുന്നത്. അതാണ് വിഷയം. ദൈവത്തെ അനുഗ്രഹത്തിന് വേണ്ടിയല്ല തേടുന്നത്. ചില പിണ്ണന്മാർ പറയണത് എന്താണ്, എനിക്ക് ആവശ്യമില്ല, എൻ്റെ മക്കളെല്ലാം സെറ്റിലാണ്, ഞാൻ സെറ്റിൽഡാണ്, എനിക്ക് പെൻഷനുണ്ട്, എനിക്ക് ഒരു അനുഗ്രഹം ആവശ്യമില്ല. കാര്യം അനുഗ്രഹമില്ല, ഞാൻ ഫിക്സഡ് ഡിപ്പോസിറ്റ് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പിണ്ണന്മാരാണ്. കാര്യം ചെറുക്ക് പൈസാകം തോറും പിണ്ണത്തരം കൂടിക്കൊണ്ടിരിക്കും. അത് അവരുടെ ചില മാങ്ങാണ്ടിയുടെ അടുത്ത് പുഴു ഉണ്ടാവില്ല. ചില മാങ്ങാണ്ടി അത് ആ പുഴു എങ്ങനെ വന്നതാണത്? അത് കുഞ്ഞുനാളിൽ ആ മാങ്ങാണ്ടിയുടെ അകത്ത് പൂ വിരിയുമ്പോൾ തന്നെ പുഴു കൊണ്ടുവന്ന് മുട്ടയിടും. അത് മാങ്ങയുടെ ഒപ്പം അങ്ങോട്ട് വളരും. പഴം മാങ്ങാൻ നമ്മൾ തിന്നാൻ നേരത്താണ് ഈ വലിയ പുഴു ചാടി പുറത്ത് വീഴുന്നത്. അതുപോലെയാണ് ചില ആൾക്കാർക്ക് കുഞ്ഞുനാളിൽ തന്നെ അവിശ്വാസം കടന്നു വരും. കുഞ്ഞുനാളിൽ തന്നെ അവിശ്വാസം വരും. ഒന്നെങ്കിൽ അപ്പൻ്റെ ജീവിതമായിരിക്കും, ചിലപ്പോൾ പാർട്ടി ജീവിതമായിരിക്കും. അവിടെ തിരുവനന്തപുരത്ത് ഞാനൊരു വീട്ടിൽ വെഞ്ചരിക്കാൻ ചെന്നപ്പോഴുണ്ട് 3 തിരുക്കുടുംബം ഇരിക്കും, മാർക്സ് ഏംഗൽസ് താടി വളർത്തി. ഞാൻ സാധനം പറഞ്ഞു, നിങ്ങൾ വെഞ്ചരിക്കണ ഇത് പാട്ടിക്കുടുംബമാണെങ്കിൽ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, എന്താ പ്രശ്നം, അത് നിങ്ങളുടെ ആധ്യാത്മിക വിഷയങ്ങളാണ്. നിങ്ങൾക്കിത് വെഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ തിരുസുഖം പ്രതിഷ്ഠിക്കണമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് അയാൾ അത് വെച്ച ആൾ ഇറങ്ങിപ്പോയി. പിന്നെ ഭാര്യ കൊണ്ടുവന്ന് രൂപം പ്രതിഷ്ഠിച്ച് വെഞ്ചരിച്ച്. അപ്പോൾ കുഞ്ഞുനാൾ തന്നെ ഇത് കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരണത്. അപ്പോൾ ഈ പൂവിനകത്ത് തന്നെ കൊണ്ടുവന്ന് നിരീശ്വരത്ത് തന്നെ മുട്ടയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരുന്നതനുസരിച്ചതിൻ്റെ ഒപ്പം അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ദൈവത്തെ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ കാരണം കുഞ്ഞുനാളിൽ കിട്ടിയ ദൈവാനുഭവം ഇല്ലാത്ത മാതാപിതാക്കന്മാരുടെ വളർച്ചയാണ്. അത് ഇനിയുള്ള കാലത്ത് കൂടുകയുള്ളൂ, കുറയത്തില്ല. ഇനിയുള്ള കാലത്ത് കൂടുകയുള്ളൂ. കാര്യം നിങ്ങൾ മാതാപിതാക്കന്മാരുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം കൈമാറി കൊടുത്താൽ നിങ്ങളുടെ കംപ്ലീറ്റ് ജോലി തീർന്ന്. നിങ്ങളുടെ അത് 12 വയസ്സ് വരെയാണ് എന്താ ടൈം. 12 വയസ്സ്, 13 വയസ്സല്ല, 12 വയസ്സ് കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം നിങ്ങൾ കൈമാറി കൊടുത്താൽ, ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്. അതായത് എൻ്റെ അപ്പൻ ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്ന 1 ഏക്കർ സ്ഥലത്ത് അപ്പനിങ്ങനെ എല്ലാ സമയത്തും കർഷകപ്പണിയാണ്, നിറച്ച് വാഴയും കച്ചിലും ചേമ്പും ഒക്കെയാണ് വീട്ടിരിക്കുന്നത്. അപ്പൻ ഒരിക്കലും എപ്പോഴും അപ്പനെ കാണുമ്പോൾ എപ്പോഴും മുണ്ട് കൊടുത്ത് കത്തി പിടിച്ചിരിക്കണം കാണാം. എന്ന് എപ്പോഴും ഇങ്ങനെ തിച്ചിക്കുകയും ചെയ്യുകയും തടവെടുത്തും മണ്ണിട്ടും വെള്ളമിട്ടും പായൽ വാരി വെച്ച് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പം എൻ്റെ നല്ല ഓർമ്മയുള്ള സമയത്തൊക്കെ. പക്ഷെ ചില സമയത്ത് അപ്പം 12 തിരി കത്തിക്കും 12 മണിക്ക്. അപ്പം 12 തിരി ഉച്ച 12 മണിക്ക് 12 തിരി കത്തിക്കുന്ന ഇടയിൽ 12 മണിക്ക്. എന്നിട്ട് അപ്പനെ ഒറ്റ മുണ്ട് കൊടുത്ത് വേർത്തൊലിച്ച് കയ്യും പിടിച്ച് നിൽക്കണ കാണാം. എന്നിട്ട് അപ്പം വന്നിരുന്നിട്ട് കുറേ സമയം ഇരുന്നിട്ട് പ്രാർത്ഥിക്കണേ കാണാം. എന്നിട്ട് രാത്രി ആകുമ്പോൾ അമ്മയോടും അച്ഛനോടും ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇരിക്കുമ്പോൾ ആ വീട്ടിലെ കഥ പറയും. ഓരോ വിഷയം വരുമ്പോൾ, ഒരു എക്സ്ട്രാ വിഷയം വരുമ്പോൾ, ഇപ്പോൾ ജീവിതത്തിൻ്റെ ലോഡ് തന്നെത്താൻ എടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ 12 തിരി കത്തിക്കണത്. എന്നിട്ട് 12 മണിക്ക് വേർത്തൊലിച്ച് മുട്ട നിൽക്കുന്നത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ഡ്യൂട്ടി വരുമ്പോൾ അപ്പം ചെയ്യണ പരിപാടിയാണത്. അപ്പോൾ ഇത് കണ്ടാണ് ഞാൻ വളർന്നത്.
എന്നിട്ട് അപ്പൻ അതിനെ അതിജീവിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പനങ്ങനെ ആരോടും സംസാരിക്കുകയോ കൂടുതൽ സംസാരിക്കുകയോ ചെയ്യും. എപ്പോഴും ജോലിയും കുടുംബങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. പക്ഷേ അപ്പൻ സംസാരിക്കണം, ഈശോയോട് സംസാരിക്കുക. അമ്മയുമായിട്ട് അപ്പന് നല്ല ബന്ധമാണ്. അപ്പന് പറയാൻ ആളുണ്ട്, കേൾക്കാനും ആളുണ്ട്. അതാണ് വിഷയം. അപ്പനും ദൈവമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് അപ്പന് പറയാൻ ആളുണ്ട്. എന്താണ്? അപ്പന് കേൾക്കാനും ആളുണ്ട്. കാര്യം അത് നിസ്സാര ബന്ധമല്ല. ഹൈദരാബാദിൽ നിന്ന് പോരുമ്പോൾ അപ്പൻ ആപ്പടെ വീട്ടിൽ കൊണ്ടുവന്നത് ഒരു ഈ 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് ഒരു സ്റ്റോർ കീപ്പറായിരുന്നു. ജോലിയില്ലാഞ്ഞ കാലത്ത്, അന്നത്തെ 10ാം ക്ലാസ്സാണ്. ഒരു സ്റ്റോർ കീപ്പർ ജോലി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ സ്റ്റോർ അടച്ച്. അപ്പം ജോലിയില്ലാതെ വീട്ടിൽ വരുമ്പോൾ കൊണ്ടുവരുന്ന ലൂർദ് മാതാവിൻ്റെ രൂപമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ലൂർദ് മാതാവിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ലൂർദിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി അമ്മ എന്നെ വിളിച്ചു ഫ്രാൻസിൽ. ഞാൻ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടുന്ന് അപ്പൻ ചെയ്തത് തന്നെ ഞാൻ ചെയ്തത്. അപ്പൻ്റെ രൂപം അപ്പൻ്റെ കാലത്ത് തന്നെ പൊട്ടിപ്പോയായിരുന്നു. അന്ന് അപ്പം മരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം അപ്പം മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ രൂപം വീട്ടിലില്ല. ഞാൻ വീട്ടിൽ പോയി, വീട് എല്ലാവരും മരിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമായി, പെങ്ങൾ മാത്രമായപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോയി ഒരു JCB എടുത്ത് എൻ്റെ പറമ്പ് മൊത്തം കളപ്പിച്ചു. ആ ലൂർദ് മാതാവിൻ്റെ പൊട്ടി രൂപം കണ്ടെത്താൻ വേണ്ടി. എത്ര രൂപ മുടക്കി? അന്ന് കുടുംബത്തിൽ വെച്ച് എൻ്റെ കുഞ്ഞുനാളിൽ പ്രാർത്ഥിച്ച ആ രൂപം കണ്ടെത്താൻ വേണ്ടി ഒരു JCB എടുത്ത് 3 ദിവസം വീട് മുഴുവൻ ആ പറമ്പ് മുഴുവൻ കിളപ്പിച്ച് ആ രൂപം കണ്ടെത്താൻ വേണ്ടി. കിട്ടിയില്ല. ഞാൻ അവസാനം ലൂർദിൽ പോയി ധ്യാനിപ്പിച്ചപ്പോൾ, ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലൊരു രൂപം ഉണ്ടായിരുന്നു, അത് എവിടെന്നെങ്കിലും വാങ്ങിക്കണം, ലൂർദിൽ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ പോയി സിസ്റ്റർ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, ഷീബ സിസ്റ്റർ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പോൾ $25 ഒരു രൂപം വാങ്ങിച്ച്. അപ്പോൾ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന അതേ രൂപം അതൊരു. അപ്പോൾ എന്താ പ്രശ്നം? നമ്മൾക്കിതൊക്കെ സീരിയസാണ് വിഷയം. ഇതൊക്കെ ഒരു അനുഷ്ഠാനം പോലെ ചെയ്യുകയല്ല, ഇത് ജീവിതത്തിൻ്റെ അടിസ്ഥാനം പോലെ ചെയ്യുകയാണ്. അനുഷ്ഠാനവും അടിസ്ഥാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന് തോന്നണം. അതാണ് ഞാൻ പറഞ്ഞത്, അപ്പന് പറയാൻ ആളുണ്ടായിരുന്നു, അപ്പനെ കേൾക്കാനും ആളുണ്ടായിരുന്നു. അത് ആണ് സീരിയസ് വിഷയമാണ്. നമ്മൾ ദൈവമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ വിനീഷയുടെ സാക്ഷ്യം എന്താ? വിനീഷ പറയണത്, ഞാൻ എൻ്റെ കൂട്ടുകാരത്തിൽ പറഞ്ഞ ഉടമ്പടി എടുത്ത് അപ്പോൾ ഞാൻ ആ ക്ലാസ്സൊക്കെ കേട്ട് ആ ഉടമ്പടി കുറച്ച് നിറച്ച വസ്തുക്കളൊക്കെ കിട്ടി, ഉടമ്പടി ചെയ്തു. ഞാനതൊക്കെ പാലിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ തട്ടണില്ല ഈ വിഷയങ്ങളൊന്നും. കാര്യം ഞാനിങ്ങനെ അവിടെ ക്ലാസ് കേട്ടനുസരിച്ച് യാന്ത്രികമായിട്ട് ചെയ്തു പോകുകയാണല്ലോ. എനിക്കാണെങ്കിൽ ടെൻഷനൊന്നും മാറണമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാനും പാടില്ല. ടെസ്റ്റുകൾ പലത് എഴുതുന്നുണ്ട്, പല എലിജിബിലിറ്റി ടെസ്റ്റും PhDക്ക് വേണ്ടി എഴുതണമെല്ലാം പൊട്ടണുണ്ട്. ഞാൻ ആ പടം ലെഫ്റ്റിൻ്റെ ഏറാണ്. അവസാനം ഞാൻ ഉടമ്പടി തന്നെത്താൻ വന്ന് പുതുക്കിയപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് ഉടമ്പടിയെക്കുറിച്ച്. അപ്പോൾ ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഉടമ്പടി ചെയ്യാൻ തുടങ്ങി. അപ്പോഴെനിക്ക് സീരിയസ് ആയിട്ട് ഉടമ്പടി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ പറയത്തില്ലേ, ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ എന്ന് പറയത്തില്ലേ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഉടമ്പടി എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഉടമ്പടി ചിലർക്ക് ഒരു പകുതി പേർക്ക് ഉടമ്പടി ഫലപ്രദമാകത്തില്ല. എന്താ കാര്യം? അവരതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അവർ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. പുതുക്കി കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് ഇത് ഏറ്റെടുത്ത് സ്വന്തമായിട്ട് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അത് സീരിയസ് ആയി അവർ. അപ്പോഴുടനെ ഇവൾക്ക് ടെസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്നുള്ള വാഗ്ദാനമല്ലേ. അപ്പോൾ ദൈവം അത് പാലിക്കും. നമുക്ക് എന്ത് ജോലി ചെയ്യണം, എവിടെ പോയി രാജ്യത്ത് വർക്ക് ചെയ്യണം, എന്ത് ബിസിനസ് ചെയ്യണം, നമുക്കൊരു ഐഡിയയും ഇല്ലെങ്കിൽ നമ്മൾ ദൈവമായിട്ട് നല്ല ആഴമായൊരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ ഐഡിയ തന്നുകൊണ്ടിരിക്കും, ക്ലിയർ ചെയ്യും നമ്മളെ. അതാണ് നമ്മൾ പറയണത്, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. എന്താണ്? നമ്മൾ ഈ ജീവിതത്തിൽ പോകേണ്ട വഴി നമ്മളെ കാണിക്കും. പോകേണ്ട വഴിയെന്ന് വെച്ചാൽ ഓൾ സെലക്ഷൻസിന് ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകും. നിൻ്റെ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യണതിന്, നിൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ റിജു എന്നും പറഞ്ഞൊരു മോൻ സാക്ഷ്യം പറഞ്ഞു. റിജുവിൻ്റെ സാക്ഷ്യത്തിലുള്ള, അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. റിജുവിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, റിജു അത് വലിയ സാക്ഷ്യമല്ല, പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ്ങിൽ അതൊരു പെക്യുലിയർ സാക്ഷ്യമാണ്.
ഉടമ്പടി പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ. അത് വലിയ മേജറായിട്ടുള്ള ഒരു വിഷയമല്ല. വലിയൊരു വാഹന കച്ചവടക്കാരനാണ്. വാഹനം കച്ചവടം ചെയ്തതിൽ കൺസ്യൂമർ കോർട്ടിലൊരു കേസുണ്ടായി. വാഹനം കൊടുക്കുക വാങ്ങല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ പുള്ളിക്ക് ഒരു 2,60,000 രൂപയുടെ നഷ്ടം വരുന്ന രീതിയിലുള്ള ഒരു പറ്റിപ്പ് പുള്ളിക്ക് കിട്ടി. പുള്ളി അത് കേസാക്കി, കൺസ്യൂമർ കോർട്ടിൽ കേസാക്കി കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ ആപ്പടെ 2,00,000 രൂപയാണ് ഇത് കിട്ടാൻ പോണത്. ഇത് കിട്ടിയാൽ തന്നെ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി 2,60,000 രൂപയേ ഉള്ളൂ. അപ്പോൾ വക്കീലിനെ വെച്ച് കഴിഞ്ഞാൽ വക്കീൽ തന്നെ 2,00,000 രൂപ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പുള്ളി വക്കീലിനെ വെച്ചില്ല, പുള്ളി തന്നെ വാദിക്കാതെ തുടങ്ങി. വൈഫ് പറഞ്ഞ് മാതാവാണ് വക്കീൽ, നിങ്ങൾ ഉടമ്പടി ഉപ്പും കൊണ്ട് കോടതി പോയാൽ മതി എന്ന് പറഞ്ഞു. അതാണ് വൈഫ് ഗൈഡ് ചെയ്യണം. അങ്ങനെയാണ്. എന്താണ്, നമുക്ക് വക്കീൽ വേണ്ട, നമുക്കിതിൽ നിന്ന് കോടതിയിൽ നിന്ന് കിട്ടിയാൽ പോലും 2,60,000 രൂപയെ കിട്ടത്തുള്ളൂ. അത് വക്കീൽ കൊണ്ടുപോയാൽ പിന്നെ നമ്മളെന്തിനാ കേസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാതാവാണ് നമ്മുടെ വക്കീൽ, മാതാവ് കോടതി വന്നോളും, നീ ഉപ്പും കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പും കൊണ്ട് ഇയാൾ പോവുകയാണ്. അപ്പോൾ രുചിനൊരു ഗുണം ഇതാണ്, അയാൾ ചെറുപ്പക്കാരനാണ്, വൈഫ് പറഞ്ഞത് അനുസരിച്ച് ആ ഉപ്പും കൊണ്ട് പോവുകയാണ്. വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പും കൊണ്ട് പോകുമ്പോൾ എന്താ പ്രശ്നം? അതായത് ആ ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി വിശ്വസ്തതയുടെ അടയാളമാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഇരിക്കുന്ന ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പല്ലത്. ദൈവം നിങ്ങൾക്ക് ജോസഫച്ചൻ ഉപ്പ് വെഞ്ചരിച്ച് തന്നെ, അങ്ങനെ പലയിടത്തും ഉപ്പ് വെഞ്ചരിച്ച് കൊടുക്കുന്നുണ്ട്. അതല്ല ഉപ്പ്, ഉടമ്പടിയിലെ ഉപ്പ് നമ്മുടെ വിശ്വസ്തതയുടെ അടയാളമാണ്. ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, സംഖ്യാപുസ്തകം 18:19. സംഖ്യ 18:19. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം കർത്താവിന് നിരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അപ്പോൾ ഉടമ്പടി ഉപ്പ് നിരാജ എന്ന് വെച്ചാൽ ലവണ ഉടമ്പടി, ഉപ്പ് തളിച്ചതെന്ന് അർത്ഥം. അതിൻ്റെ അർത്ഥം ഉപ്പ് തളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? നിനക്കും ദൈവത്തിനും തമ്മിൽ ഇത് ശാശ്വതമായ ഉടമ്പടിയായിരിക്കും. അത് വിശ്വസ്തതയാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പം നമ്മൾ ഉപ്പ് കൈ പിടിച്ചു കഴിഞ്ഞാൽ ഐ ആം ഫിഡേൽ ടു ദി കവനൻ്റ് എന്നതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ ദൈവവുമായിട്ട് ഉടമ്പടി വിശ്വസ്തതയാണ്. അത്രയും ഭയങ്കര ആഴമായ പ്രതീകങ്ങളാണ് ഉള്ളത്. പിന്നെ അല്ല, വേറെ ഉപ്പ് ഭയങ്കര സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾക്കൊക്കെ ഇതില്ലാത്തതെന്തറിയാമോ? നിങ്ങൾ ഈ നൊവേനപ്പാട്ട് നിന്നും പല അച്ഛന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പിശാചിപ്പിടുത്തക്കാരൊക്കെ എല്ലാവരും ഉപ്പ് വെച്ചിട്ട് കൊടുക്കില്ലേ? അതുപോലെ എന്തോ സംഭവമാണെന്ന് ഇത് വിചാരിക്കണം. ദിസ് ഇസ് നോട്ട് ദാറ്റ് ടെക്കൻ. ഇത് ഉടമ്പടിയുടെ ഘടകമാണ്, അവിഭാജ്യ ഘടകമാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ ഉദ്ദേശം നമ്മളെടുത്തേ, അതായത് കർത്താവാണ് എൻ്റെ അവകാശം. ലേവ്യർ 2:13 എടുത്തേ. ലേവ്യർ 2:13. ലേവ്യർ 2:13. ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്. എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാന്യബലികളുടെ കൂടെ ഉപ്പ് സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെയും വിശ്വസ്തതയുടെയും സമർപ്പണമാണ് അവിടെ വരുന്നത്. 18:20 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ. സംഖ്യ 18:20. സംഖ്യ 18:20. കർത്താവ് അഹ്റോനോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്, ഈ അഹ്റോൻ ലേവ്യ പുരോഹിതനാണ്. ലേവയർ എന്ന് പറഞ്ഞ ഒരു ഗോത്രമാണ്. മോസസ് 12 വാഗ്ദാന നാട് പ്രാപിച്ചതിന് ശേഷം മോസസ് ഇവർക്ക് വാഗ്ദാന നാട് പ്രാപിക്കാൻ മോസസ് ഇല്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ പ്രാപിക്കുമെന്നായപ്പോൾ ഇവർക്കിത് വിഭജിച്ച് കൊടുക്കുന്നുണ്ട്. ജോഷുവാണ് അത് എക്സിക്യൂട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മനാസയ്ക്കും ബെഞ്ചമിൻ ഗോത്രത്തിനും യൂദയ ഗോത്രത്തിനൊക്കെ പ്രത്യേകം ലാൻഡ് കൊടുക്കും. പക്ഷേ ഇവർക്ക് ലേവ്യർക്ക് കൊടുക്കത്തില്ല. ലേവ്യ ആരാണ്? വാഗ്ദാന പേടകത്തിലെ ശുശ്രൂഷകരാണ് ലേവ്യർ, പുരോഹിത വർഗമാണ്.
അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ലാൻഡ് ഇല്ലെന്ന് പറയും, നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറയും. എന്താ കാര്യം? ഞാനാണ് നിങ്ങളുടെ. അതൊരു ഭയങ്കര സംഭവമാണ്. ദൈവമാണ് അവകാശമെന്ന്. എന്നിട്ട് നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് അല്ലേ നമ്മൾ ദൈവത്തോട് അനുഗ്രഹമല്ലേ ചോദിക്കണത്. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിരിപ്പ് എന്താ? ക്യാഷ് ആൻഡ് കൈൻഡ് അല്ല നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത്, എൻ്റെ അനുഗ്രഹങ്ങളല്ല. നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? എന്നെ ചോദിക്കണമെന്ന്. ഞാനാണ് നിങ്ങളുടെ അവകാശമെന്ന്. അങ്ങനത്തെ കാര്യം ഈ ഉപ്പ് തളിച്ചിട്ടുള്ളത് ലേവ്യ പുരോഹിതന്മാരുടെ അവിടെ കാടിനെ ബലിയർപ്പിക്കുമ്പോഴൊക്കെ, കാളകളെ ബലിയർപ്പിക്കുമ്പോൾ തുടകളിലൊക്കെ നെഞ്ചും ഭാഗത്തൊക്കെ ഉപ്പ് തളിക്കും. ആ ഉപ്പ് തളിച്ചത് ആരാണ്? ദൈവത്തിൻ്റെതാണ്. അത് അഹരോനും ഉള്ളതാണ്. അവരതുകൊണ്ട് ജീവിക്കണം. പിന്നെ ദേവാലയത്തിൻ്റെ ഓഹരി കൊണ്ട് ജീവിക്കണം. ദേവാലയത്തിൻ്റെ ഓഹരി കൊണ്ടാണ് ഈ അഹരോനും കുടുംബവും ലേവ്യ ഗോത്രങ്ങളും ജീവിക്കേണ്ടത്. പുരോഹിത ജോലി ചെയ്തുകൊണ്ട് അവരുടെ ഓഹരി ആരാണ്? കർത്താവാണ്. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹത്തെക്കാൾ ഉപരി കർത്താവ് തന്നെയാണ് അവകാശം. അതാണ് ഈ പറയണത് സംഖ്യ 18:20 എന്താ പറയണത്? ഞാനാണ് നിൻ്റെ അവകാശം. ഉടമ്പടിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വീട്, ജോലി, വിവാഹമൊക്കെ ചോദിച്ചു. അത് അനുഗ്രഹത്തിൻ്റെ ആദ്യ ലെവലാണ്. രണ്ടാം ലെവലുണ്ട്. എന്താണ്? അനുഗ്രഹത്തെ ദാതാവ് തന്നെ, ദൈവത്തെ തന്നെ. ഉടമ്പടി അതുകൊണ്ടാണ് മോശസിനോട് ജോഷുവോട് പറയണത്, ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. നീ ഏത് കാട്ടിപ്പോയാലും കടലിൽ മുങ്ങിയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. നിന്നെ മുങ്ങാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന്. നിന്നെ മുങ്ങാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നീ സമുദ്രത്തിലൂടെ നടക്കും, സമുദ്രം നിന്നെ വിഴുങ്ങത്തില്ല, വിഴുങ്ങാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ ഐസയ 43:2. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശയ്യ 43:2. വായിച്ചോളൂ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അപ്പം ഇത് സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ അഗ്നിയിലൂടെ, തീയിലൂടെയും വെള്ളത്തിലൂടെയും മനുഷ്യൻ പോകുന്ന കടങ്ങളാകാം, രോഗങ്ങളാകാം. ഇപ്പം ക്യാൻസർ 4th സ്റ്റേജൊക്കെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ അതിൽ ചില ആൾക്കാരൊക്കെ ദേ ആർ അപ്പിയറിങ് ടു മീ ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ്. അവർക്ക് എനിക്ക് മനസ്സിലായിരിക്കണത് അവർക്ക് ഏതാണ്ട് ഒരു ചെറിയ തലവേദന മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് അവരെന്നോട് ഡീല് ചെയ്യണത്. എന്താ കാര്യം? ഈ ക്യാൻസർ 4th സ്റ്റേജിന് അവർ അഗ്നിയിലൂടെ പോവുകയാണ്. അവർ വെള്ളത്തിലൂടെ നങ്ങുകയാണ്. വെള്ളം മുങ്ങത്തില്ല, വെള്ളം നിന്നെ മുക്കത്തില്ല, അഗ്നി നിന്നെ പൊള്ളിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇവരിതിൻ്റെ ആ വേദനയും ചൂരവും ഇവരനുഭവിക്കുന്നില്ല. കർത്താവ് അവർക്ക് ആന്തരിക അഭിഷേകം നൽകിക്കൊണ്ട് വേദന അനുഭവിക്കാത്ത, ആന്തരിക സമാധാനം നഷ്ടപ്പെടാത്ത രീതിയിൽ അവർക്ക് അഭിഷേകം നൽകിയിരിക്കുമ്പോൾ അവരെന്താ വസിക്കണത്? ദൈവം തന്നെയാണ് വസിക്കുന്നത്. അതാണ് അഭിഷേകം. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്തെ സഹായിക്കുന്ന ഉടമ്പടി ഫോർമുലയാണ് യോഹന്നാൻ 15:10. നമുക്കറിയാം, നമ്മൾ അനുഗ്രഹ ലെവലിൽ നിന്ന് ഒരു വ്യക്തി 2ാം ഘട്ടത്തിലേക്ക്, ആത്മീയ വളർച്ച 2ാം ഘട്ടത്തിലേക്ക് എത്തുന്നത് അഭിഷേക ലെവലിലാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന സുവിശേഷ ഫോർമുലയുണ്ട്. അതാണ് യോഹന്നാൻ 15:10. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, ഏറ്റു പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം ഒന്ന് കേട്ടിട്ട് എൻ്റെ മക്കൾ ഒന്നുകൂടി പറയണം. അത് യോഹന്നാൻ 15:10.
ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? അഭിഷേകത്തിൻ്റെ അടിത്തറ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ഉടമ്പടിയുടെ ഉദ്ദേശം പ്രാഥമികമായ ഉദ്ദേശം നിങ്ങൾ പലതും നിങ്ങളുടെ മക്കളുടെ ജോലി അല്ലേ, മക്കളുടെ വിവാഹം, കുഞ്ഞുങ്ങൾ, പിന്നെ കുടുംബജീവിത, ജോലി, അതുപോലെ തന്നെ കടങ്ങൾ പരിഹരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിനെല്ലാം സമാധാനം ഉണ്ടാകുന്നതിനും ഉടമ്പടി തന്നെയാണ് പരിഹാര മാർഗ്ഗമെന്ന് നമ്മൾ ആദ്യം വായിച്ചു കേട്ടു. അതേത് വചനമാണ്? 2 സാമുവേൽ 23:5. എന്താണ്? രക്ഷയും അനുദിന അഭിലാഷങ്ങളും. അതാണ് തന്നെ ഉടമ്പടി നന്നായി ചിട്ടയിരിക്കുന്ന ഉദ്ദേശം. എന്തിനാണ്? ആ വചനം ഒന്ന് വായിച്ച്. 2 സാമുവേൽ 23:5. 2 സാമുവേൽ 23:5. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. അഭിലാഷം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അതിനകത്താണ് ജോലി, വീട്, വിവാഹം, PR, പെൻഷൻ, ഇങ്ങനെയുള്ള വിസ എല്ലാം ഉള്ളത് അഭിലാഷങ്ങൾ. അതിനകത്ത് കുറേ വാക്കുകൾ, നല്ല ഇടിവിട്ട് വാക്കുകളുണ്ട്. എന്താ കാര്യം? ഒന്നൊരു വായിച്ച വചനം. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഇതാണ് വിഷയം. നിങ്ങൾ പലരും 90 ദിവസത്തേക്കാണ് ചെയ്തിരിക്കുന്നത്. ദൈവം ആ 90 ദിവസം എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെയല്ല കാണുന്നത്. ദൈവം എന്താ? ദൈവത്തോട് നമുക്ക് 90 ദിവസം ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നോൻപ് കാലം പോലെ ഒരു പ്രത്യേക കാലം ആചരിക്കാം. പക്ഷെ ഉടമ്പടി ദൈവം കാണുന്നത് എന്താണ്? ശാശ്വതമായിട്ടാണ്. കാര്യം ദൈവം നമ്മളെപ്പോലെ എഴുതാത്ത വെച്ച് മരിച്ചു പോണ ആളല്ല. അപ്പം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉടമ്പടി ശാശ്വതമാണ്. അതുകൊണ്ട് അത് ശാശ്വതമാണെന്ന് പറയാൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന വേറെ വാക്കുണ്ട്. എന്താണ്? നിങ്ങളിനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഴപ്പമായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ ആ വചനം എന്ന് വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിമോത്തിയോസ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പോൾ 90 ദിവസം കഴിഞ്ഞാലും ഇനി നിങ്ങളെ ഉടമ്പടി നീലയായി, ഇനി മാതാവിൻ്റെ സിൽവർ ഗ്രേയിൽ കടലിലേക്ക് നിങ്ങൾ പോയാലും ശരി, നിങ്ങളിടയ്ക്ക് പിന്നീട് ഉടമ്പടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാലും എന്താ? ദൈവം നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തേക്കണം, നമ്മളിങ്ങനെ ഇടയ്ക്ക് നമുക്ക് മനുഷ്യന്മാർക്ക് ചില ചാബല്യങ്ങളും കുടുംബത്തിലും ഞെരുക്കങ്ങളും കാലാവസ്ഥ ഭേദങ്ങളും ന്യൂനമർദ്ദങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ? കുടുംബത്തിലുണ്ടാവില്ലേ ന്യൂനമർദ്ദം? അപ്പോൾ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോഴും സ്വാഭാവികമായിട്ട് ഭയങ്കര ഹെവി ഡൗൺ പോറൊക്കെ ഉണ്ടാവും. ഇപ്പം എന്താ പറയണത്? ഭയങ്കര മഴ പെയ്തൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. അപ്പോൾ നമ്മൾക്ക് ഉടമ്പടിയോട് മാനുഷികമായിട്ട് ചില സമയത്ത് ഏതെങ്കിലും ഒരു വീഴ്ച വന്നാലും നമ്മൾ പേടിക്കരുത്. എന്താ കാര്യം? നമ്മൾ ചെയ്ത ഉടമ്പടിയിൽ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പുതുക്കാൻ ഞാൻ അവസരം തന്നതിൻ്റെ കാര്യം അതാണ്. ചില ആൾക്കാർ 21 ഉടമ്പടി എടുത്തിട്ട് 16 തൊട്ട് 21 വരെ ഉടമ്പടി എടുത്ത് ജീവിച്ചു. പിന്നെ അവർ ഉടമ്പടി നിങ്ങൾ വിട്ടാലും ദൈവം വിടത്തില്ല. അനുഗ്രഹം ആ ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ദൈവമായിട്ട് കൂടുതൽ ആഴമായ ബന്ധത്തിലേക്ക് പോകണമെന്ന് കണ്ടാൽ പഴയ ഉടമ്പടി കൊണ്ടൊന്ന് പുതുക്കിയാൽ മതി. ചില ആൾക്കാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഉടമ്പടി പുതുക്കാൻ വരും. എന്തിനാണ് എന്നറിയാമോ? അച്ഛനെ കാണാൻ. അപ്പോൾ ഞങ്ങൾക്ക് ആ കള്ളത്തരം മനസ്സിലാകുന്ന കാണുമ്പോൾ നമുക്ക് അന്ന് ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആ ഉടമ്പടി നോക്കും, ഈ ഉടമ്പടി എന്നാണെന്ന് നോക്കും. അപ്പോൾ ഉടമ്പടി 2022 ഉടമ്പടി.
ഇപ്പം എന്ന് നിങ്ങളിന്ന് പുതുക്കി എന്തിനും പുതുക്കി അച്ഛനെ കാണാൻ. ഈ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പഴുതുപോലെ പാകത്ത് വെക്കും. അപ്പോൾ കള്ളത്തരമാണ്. ഉടമ്പടിക്ക് വേണ്ടി തന്നെ അല്ല അത്. അവരച്ഛനെ കാണാൻ വേണ്ടി ഉടമ്പടി ദുർവിനിയോഗിക്കുകയാണ്. അച്ഛനെ കാണാൻ വേണ്ടിയല്ല ഉടമ്പടി എടുത്തിരിക്കുന്നത്, അവൻ പറയണ പോലെ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ അതിനകത്ത് കള്ളത്തരമുള്ള കാരണം ഇവിടെ വെച്ച് തന്നെ മടക്കും. അവിടെ നിങ്ങളെ പറ്റിച്ചാലും ഇവിടെ ഞങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല. കാര്യം ഞങ്ങളിത് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. കാര്യം ഞങ്ങളെന്താണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്, കർത്താവ് എന്നെയാണ് ഉടമ്പടി ഏൽപ്പിച്ചത്. അപ്പോൾ ആ വിഷയത്തിൽ ഞാനൊരു കോംപ്രമൈസും ചെയ്തില്ല. ഓഫീസിലുള്ളവിടത്ത് നിങ്ങൾ നിലവിളിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴപ്പോൾ അവർ നിങ്ങളുടെ കണ്ണീര് കാണുമ്പോഴൊക്കെ അപ്പം തന്നെ ഒപ്പിട്ട് തരും. പക്ഷേ ജോസഫിന് ഒപ്പിടത്തില്ല. കാരണം നിങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവം പറയണ പോലെ നിങ്ങളെ ജീവിപ്പിക്കാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അതിനെ പ്രാധാന്യം കൊടുക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി മര്യാദയ്ക്ക് ഉടമ്പടി 90 ദിവസം ഇപ്പോൾ 2 ഇടയ്ക്ക് ഗ്യാപ്പ് വന്നില്ലേ, അപ്പോൾ 2000 ഇപ്പോൾ ഉടമ്പടി പുതുക്കിയില്ല, ഇനി ഒന്ന് പോയി ജീവിക്ക്, 2 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയും. എന്താ കാര്യം? ഉടമ്പടിയിലുള്ള ആളെയാണ് കാണാൻ പറ്റത്തുള്ളൂ. ഈ 10-15 ലക്ഷം ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടില്ലേ. അപ്പോൾ ഇവരെ എല്ലാവരും കാണും, തീർച്ചയായിട്ടും. കാണാത്തവരുണ്ട്. ഒരു ദിവസം ഞാൻ 300 പേരൊക്കെയാണ് കാണുന്നത്. കാണേണ്ട കാര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതിയല്ലോ. ഉടമ്പടിക്ക് ശരിക്കും ഞാൻ പക്കാ ഉടമ്പടിക്ക് അച്ഛനെ കാണേണ്ട ഒരു കാര്യവും വരത്തില്ല. ഇവിടെ ഉടമ്പടി സിൽവർ ഗ്രേ ആയിട്ട് പോകുന്ന ആൾക്കാർ അവർ അച്ഛനെ കാണാത്തവരുണ്ട്. അവർ ഓഫീസിൽ ചോദിക്കും, ഉടമ്പടി ഇത്രയോ ആയില്ല, അച്ഛനെ കാണണ്ടേ? ഇല്ല, കാണണ്ട. എന്താ കാണേണ്ട ആളെ ഞങ്ങൾ കണ്ടാണ് ജീവിക്കണത്. അതാണ് പ്രശ്നം. അത് കർത്താവിനാണ് പ്രാധാന്യം. അവിടെ കാണേണ്ട ആളെ ഞങ്ങൾ കണ്ടാണ് ജീവിക്കണമെന്നേ, അച്ഛനെ കാണണ്ട. അതാണ് പക്ക ഉടമ്പടി എന്ന് പറയണത്. അവർക്ക് നല്ല ആത്മവിശ്വാസമാണ് അവർ ചെയ്യണ കാര്യങ്ങൾ. ഇപ്പോൾ എന്താ ഈശോ പറഞ്ഞിരിക്കണത്? ഈശോ എന്താ പറഞ്ഞത്? 15:10 എന്താ പറഞ്ഞത്? ഒന്നൊരു വായിച്ചത്. യോഹന്നാൻ 15:10. യോഹന്നാൻ 15:10. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് എന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക. ഈ അവൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്നതാണ് ഉടമ്പടി ജീവിതം എന്ന് പറയണത്, അല്ലേ? അതിൻ്റെ അകത്ത് പ്രാർത്ഥന മാത്രമല്ല, അവൻ്റെ എല്ലാ കൽപ്പനകളും നമ്മൾ പാലിക്കുകയാണ്. ഞാൻ രോഗിയായാലും നിങ്ങൾ എന്നെ സന്ദർശിച്ചു, നിങ്ങൾ ഭൂമിയുടെ അതിർത്തികളോട് എൻ്റെ സാക്ഷികളായിരിക്കും. ഈ റിജു എന്ന് പറഞ്ഞ സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞെന്നറിയാവോ? വൈഫാ, ഞാൻ എന്തിനാ സാക്ഷ്യം പറയാമെന്നറിയാവോ? ദൈവം തന്ന ഒരു അനുഗ്രഹവും മൂടി വെക്കരുത്. അതെന്താണ്? ആ ദൈവം തന്ന അനുഗ്രഹം മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നതാണ്. അത് അപ്പം അവ റിജു പക്ഷേ ഒരു ഉടമ്പടിയെ എടുത്തിട്ടുള്ളത്. ആ ഉടമ്പടിയിലുള്ള ആൾക്ക് കിട്ടിയ ബോധ്യം കണ്ടില്ലേ? ഞാൻ എന്തിനാ ഉടമ്പടിയുടെ സാക്ഷ്യം പറയുന്നറിയാവോ? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊന്നും മൂടി വെക്കരുത്. എന്താ കാര്യം? അത് നിങ്ങൾക്കുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ദൈവം തന്നതാണ്. അപ്പോൾ മറ്റുള്ള വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നിങ്ങളത് പരസ്യമായി പറയണം. കണ്ട, ഇപ്പം എന്തൊരു ബോധ്യമാണ് ആൾക്കാർക്ക് കിട്ടണമെന്ന് നോക്കിയേ. അപ്പോൾ സാക്ഷ്യം കിട്ടിയിട്ട് 3 കൊല്ലമായിട്ടും പറയാത്ത ഒരാൾക്കാരൊക്കെ ഉണ്ട്, സാക്ഷ്യം കിട്ടിയിട്ട്. പക്ഷേ അതിനകത്ത് വിഷയം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഗുരുതരമായൊരു വിഷയം വന്നാൽ ഞാൻ ഏറ്റെടുത്താലും ദൈവം ഏറ്റെടുക്കത്തില്ല. നിങ്ങൾ കരച്ചതിന് വിഷമം കാണുമ്പോൾ ഞാനത് ഏറ്റെടുക്കും. പക്ഷേ നിങ്ങൾ പണ്ട് ദൈവത്തിനെ പറ്റി ജീവിച്ചിരിക്കുന്ന ആളായ കാരണം, ദൈവം അവിശ്വസ്ത വ്യക്തികളായത് കാരണം, പറ്റിപ്പഴപ്പിന് മാത്രം ദൈവത്തെ ദുർവിനിയോഗിച്ച കാരണം ദൈവം ഏറ്റെടുക്കത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് കുറ്റകൃത്യം ക്രൈം ഉണ്ടാകാതിരിക്കാൻ നോക്കണം. സാക്ഷ്യം പറയാതിരിക്കുന്നത് ഒരു ക്രൈമാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റകൃത്യമാണ്. എന്താണ്? നിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയും മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയും കർത്താവ് എന്താ പറഞ്ഞത്? ശിമയോനെ, സത്താൻ നിന്നെ ഗോതമ്പ് മണിയും പോലെ പാറ്റാൻ നോക്കുകയായിരുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, നീ എഴുന്നേറ്റ് നിൻ്റെ സഹോദരങ്ങളെ ബലപ്പെടുത്തുക. അല്ലേ? അപ്പം നമുക്കൊരു ബാധ്യതയുണ്ട്. എന്താണ്? വിശ്വാസം കുറഞ്ഞു പോയ ആൾക്കാരെ ബലപ്പെടുത്താനൊരു ബാധ്യതയുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 22:31-32 തിരുവചനങ്ങൾ. ലൂക്ക 22:31. ശിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് എന്തിനാണ് സാക്ഷ്യം പറയണത്? നിന്റെ സഹോദരങ്ങളെ
ശക്തിപ്പെടുത്താൻ. അപ്പോൾ എനിക്ക് എൻ്റെ വയറ്റിപ്പഴപ്പ് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ, വേറെ ആരും വിശ്വാസമില്ലാതെ മരിച്ചാൽ എനിക്ക് പ്രശ്നമല്ല എന്ന് വെച്ചാൽ ദൈവം എനിക്ക് പ്രശ്നമല്ലെന്ന് എൻ്റെ അർത്ഥം. ഒരു കാലത്ത് സാക്ഷ്യം പറയാതെ ദൈവം എനിക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞ ആളെ പിന്നെ അതിനേക്കാൾ മോശം കണ്ടീഷനിൽ വന്നാൽ ഞാൻ ചിലപ്പോൾ കരുണ കാണിക്കും, പക്ഷേ നിങ്ങളെ സത്യസന്ധമായി അറിയാവുന്ന ദൈവം നിങ്ങളോട് കരുണ കാണിക്കത്തില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് തന്ന വിശ്വാസം നിങ്ങൾ കൈമാറുകയോ നിങ്ങളുടെ സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ കൊണ്ടുവരികയോ ചെയ്തില്ല. അത് നിസ്സാര കാര്യമല്ല. ഉടമ്പടി കഴിഞ്ഞാൽ ഉടനെയുള്ള ദൈവിക ഉത്തരവാദിത്വം എന്താണ്? സാക്ഷ്യം പറയുന്നുള്ളതാണ്. ആ സാക്ഷ്യം സന്തോഷത്തോടെ പറയണം, സാക്ഷ്യം സന്തോഷത്തോടെ പറയണം. ഇപ്പം ചിലർക്ക് സാക്ഷ്യം പറയുമ്പോഴേ എന്തൊരു അഭിഷേകമാണ്. ചില ആൾക്കാർ സാക്ഷ്യം ഒരു ഉത്തരവാദിത്തം പോലെ പറയും. അത് ഉടമ്പടി അങ്ങനെയാണ് ചെയ്യണത്. ഉടമ്പടിയും ചില ആൾക്കാർ ചെയ്യണത് എന്താണ്? ഒരു ഉത്തരവാദിത്തം പോലെ. രാവിലെ എഴുന്നേക്കണം, എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥിക്കണം, ആ നീലത്തിൽ കത്തിക്കണം, കത്തിച്ച് രാത്രി ഇനി എഴുന്നേറ്റിട്ട് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ പച്ചത്തിരി കത്തിക്കണം, കത്തിച്ച് അവന് ഉടമ്പടി പ്രാർത്ഥന ചെല്ലണം, ചെല്ലി. ഇതാണ് അവസ്ഥ ചില ആൾക്കാരുടെ. ആ ഉത്തരവാദിത്തങ്ങൾ മാത്രം. പത്രം കൊണ്ടുപോയി എല്ലാവരും കൊടുക്കണം, കൊടുത്ത് തീർന്ന്. ഉടമ്പടി ഒരു ഉത്തരവാദിത്തം പോലെ ചെയ്ത് ഈ റോബോട്ട് ഉടമ്പടിക്കാരുണ്ട്, യന്ത്രമനുഷ്യർ തിരികെ രാവിലെ എഴുന്നേക്കും കറക്റ്റായിട്ട്. യന്ത്രമനുഷ്യരെ പോലെയാണ് ഈ ഉടമ്പടിയിലുണ്ട് യന്ത്രമനുഷ്യർ. ഇവർ പോലെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കേവലമായ ഒരു അനുഷ്ഠാന ക്രമമല്ല. ഇപ്പോൾ ഈശോ എന്താ പറയണത്? എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ഒന്ന് കൈയടിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ. അതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? നമ്മൾ എന്തിനാണ് ഈ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത്? അതിൻ്റെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഉടമ്പടി ഉത്തരവാദിത്വം നിർവഹിക്കുകയല്ല. പിന്നെന്താ ഉദ്ദേശം? എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. അതാ 15:10 മറന്നു പോകരുത്. ഇതിൻ്റെ ആത്മാവായൊരു വേടാണത്. എന്താണ്? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ, രോഗികളെ ശുശ്രൂഷിക്കുകയും കർത്താവിനെ അറിയിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാലുള്ള ഗുണം എന്താണ്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാലെന്താ ഗുണം എന്താ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ഉടമ്പടിയുടെ, അതാണ് അതിൻ്റെ ലിങ്ക്. യോഹന്നാൻ 15:7. അപ്പോൾ ഈ യോഹന്നാൻ 15:10 അതിൻ്റെ വേര് കിടക്കുന്നത് ഇവിടെ 15:7 എന്ന് വായിച്ചേ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ സ്നേഹത്തിൽ വസിക്കുന്നു പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തെ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തെ വസിക്കും. അതായത് 15:10. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം, അത് നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ലിങ്ക് എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ 15:10 എന്ന് പറയണത് അതിൻ്റെ ലിങ്ക്, അതിൻ്റെ വേരുള്ളത് 15:7 അപ്പോൾ എന്തിനാണ് ഉടമ്പടി എടുക്കണത്? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ സ്നേഹത്തെ വസിക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ അതിന് ഗ്യാപ്പ് വരാതിരിക്കാൻ നോക്കണം. അതിന് ഗ്യാപ്പ് വരാതിരിക്കണേ. 15:16 വായിച്ചേ. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇവിടെ ഒരു വിഷയം മനസ്സിലായത് നിങ്ങൾക്ക്? ഈ 15:10 15:16 തമ്മിൽ ലിങ്കാണ്. 15:10 എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അങ്ങനെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ 15:7 പറയണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. പക്ഷേ 15:16 എന്താ പറയണത്? 15:16 ഒന്നിട്ട് വായിച്ചേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഈ ഉടമ്പടി ദൈവകൽപ്പനകൾ പാലിക്കാൻ വേണ്ടി ഉടമ്പടി എന്ന് പറയുന്ന സംഭവം നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. നിങ്ങൾ ആലപ്പുഴ വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വനം
വയനാടിൻ്റെ ഉൾവനങ്ങളിൽ നിന്നൊരു ആദിവാസി സഹോദരൻ വന്ന് സാക്ഷ്യം പറഞ്ഞു വിടാം. അദ്ദേഹത്തിൻ്റെ വിഷയം എന്താണ്? അരിവാള രോഗം, സോറിയാസിസാണ്. 7 കൊല്ലമായിട്ട് സോറിയാസിസാണ്. ഞാൻ സിംഗപ്പൂർ പോകുന്ന മുമ്പ് കേട്ട സാക്ഷ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ അറിയാം. ഞാൻ വയനാട്ടിൽ ധ്യാനിപ്പിക്കാൻ പോയതാണ്. അപ്പോൾ എനിക്ക് കാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വണ്ടി ആൾക്കാരുടെ കൂടെ കാട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ ഊരൊക്കെ പോയിട്ടുണ്ട്. ഞാനിവിടെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇപ്പോൾ അപ്പോൾ എനിക്കറിയാം ഈ സ്ഥലങ്ങളുടെ കിടപ്പൊക്കെ വശമൊക്കെ എനിക്കറിയാം. അപ്പോൾ ആ ഉൾവനങ്ങളിൽ നിന്ന് അവിടെ റോഡുമില്ല, ഒന്നുമില്ല, നടന്നു പോകണം. ചിലപ്പോൾ ഒറ്റടിപ്പാത, ചിലപ്പോൾ ഒരു തോട്, വരണ്ട തോട്, പിന്നെ ഒരു കുഞ്ഞു പാലം, അപ്പം ചവിട്ടി പിടിച്ചൊക്കെ നമ്മൾ പോകണം. അപ്പോൾ ആ ഉള്ളിൽ നിന്നൊരു മനുഷ്യൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞങ്ങൾ മന്ത്രങ്ങൾ ചെയ്തു, മരുന്നുകൾ ചെയ്തു, കർണാടകയിൽ പോയി സിദ്ധവൈദ്യനെ കണ്ടു, എന്നിട്ടും മാറിയില്ല. ഉടമ്പടി 7 വർഷമായിട്ട് മാറാത്ത രോഗം ഉടമ്പടി എടുത്തപ്പോൾ ഒറ്റ ആഴ്ച കൊണ്ട് ആ രോഗം മൊത്തം മാറി, സോറിയാസിസും അരിവാള രോഗവും. അപ്പോൾ ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം ഇങ്ങനെ നിലനിന്ന് ഭരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം ഈ 15-16 ഗുരുതരമായ ഒരു വിഷയമാണ്. ആ 15-16 ഒന്നുകൂടി വായിച്ചേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇതാണൊരു വിഷയം. കൽപ്പനകൾ പാലിക്കുക എന്ന് പറയുമ്പോഴും അതനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോഴും നിങ്ങൾ ഓർക്കും ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി, ഞങ്ങൾ ഉടമ്പടി എടുത്തെന്ന് പറയാം. അങ്ങനെ പറയരുതെന്നാണ് പറയണത്. പ്രശ്നമുള്ളവർ എന്ത് മാത്രം ഉണ്ട് ഇവിടെ? ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി, ഞാൻ പ്രശ്നം മാറാൻ ഞങ്ങൾ ഉടമ്പടി എടുത്തെന്ന് പറയരുത്. മറിച്ച് എന്താണ്? ഉടമ്പടി എടുക്കാൻ ദൈവം എന്നെ ക്ഷണിച്ചു. കൈയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പം ഞാൻ ഓർക്കുകയെ ഞാൻ സിംഗപ്പൂരിൽ വന്നപ്പോൾ എല്ലാവരും ഉടമ്പടി എടുത്ത് പകുതിയോളം പേര് 100-100 പേര് ധ്യാനത്തിലുണ്ടായിരുന്നെങ്കിൽ 100-300 പേർ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടി അവസാനം കാശ്യം കൊടുക്കണത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കാശ്യം കൊടുക്കുന്നത് ഞാൻ നേരിട്ടാണ് കൊടുക്കുന്നത്. കാരണം അവരെ പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ. നിങ്ങളെ ഇനി എപ്പോഴെങ്കിലും എനിക്ക് കാണാമല്ലോ. അപ്പോൾ അവിടെ ഞാൻ നേരിട്ട്, കാരണം അവരെ ഒരിക്കലും ചിലപ്പോൾ കാണത്തില്ല. അവരേതോ രാജ്യത്തുള്ള ആൾക്കാർ അവർ നാട്ടിൽ വന്നാൽ തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരവിടെ വെച്ച് തന്നെ കാശ്യം ഞാൻ കൊടുത്ത് ബ്ലസ് ചെയ്യും. അപ്പോൾ ഞാൻ കാശ്യം ബ്ലസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഉടമ്പടി എടുത്ത് എൻ്റെ അടുത്ത് വരുന്ന കാശ്യം ബ്ലസ് ചെയ്യുന്ന കൊടുക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഷീബ എന്നും പറഞ്ഞൊരു മോള്. ഞാൻ പറഞ്ഞു, ഇടി നീ കൃപാസനത്തിന് അടുത്ത താമസിച്ച് സിംഗപ്പൂർ ഒന്ന് ഉടമ്പടി എടുക്കണം. ഇവളെൻ്റെ ഇടവക്കാരത്തിയാണ്. ഞാൻ അപ്പുറത്തെ പള്ളി ഇരിപ്പുണ്ടായിരുന്നില്ല 6 കൊല്ലം. അപ്പോൾ അവിടെ ഇവർക്ക് ചായക്കടയൊക്കെ ഉണ്ടായിരുന്നാണ്. ഞാൻ പോയി വെഞ്ചരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അന്ന് നീ നാട്ടിൽ ജീവിച്ച കാലത്തൂടെ കൃപാസനത്തിൽ ഒന്നും ഉടമ്പടി എടുത്തിട്ടില്ല. ഇപ്പോൾ അവൾ സിംഗപ്പൂർ എത്തിയിട്ട് അവിടെ പോയി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ ഇന്ന് പോലും പകുതിയോളം ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടില്ല. ഈ കൃപാസനം ഇത്രയും മൂക്കുമുട്ട കടന്നിട്ട് പോലും ഉടമ്പടി എടുക്കാൻ ചില ആൾക്കാരെ ഈശോ വിളിച്ചിട്ടില്ല. അതാണ് വിഷയം. ഈ കോരവനത്തിൽ കിടക്കുന്ന ആദിവാസിയെ കർത്താവ് വിളിച്ചുകൊണ്ട് വന്ന് സാക്ഷ്യം പറയിപ്പിച്ചു. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. മുട്ടേന്തിക്കുക ദാന പേടകമേ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നമുക്കെല്ലാവർക്കും കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ ദൈവാനുഭവങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും
സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ സുഖത്തോടും വീടുമ്പോ കരുണയിൻ സാഗരമേ സുഖത്തോടും വീടുമ്പോ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി കരുണയിൻ സാഗരമേ സുഖത്തോടും വീടുമ്പോ കരുണയിൻ സാഗരമേ സുഖത്തോടും വീടുമ്പോ മേഘത്തിൻ തണലരുളി എന്നെ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി കൃപയരുളുക. കൃപയരുളുക കൃപയരുളുക ഒരുമിച്ച് പാടുക. എല്ലാവരും പാടുക. നമ്മൾ അഭിഷേകത്തിലേക്ക് പോവുകയാണ്. ഒരുമിച്ച് പാടുക.
ഭാഷാപരത്തെ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. മക്കളെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ, തിരുമുറുമാർന്ന വലത് കരം, അത്ഭുതമാണ് അത്ഭുത കരം മക്കളെ മേൽ വെക്കണം പ്രാർത്ഥിക്കുന്നു. ആർഗ രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ഉള്ളവര്, വേദനയുള്ളവര്, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ഇന്റർവ്യൂ അഭിമുഖീകരിക്കുന്നവര്, മക്കളില്ലാത്തവര്, വിവാഹമല്ലാത്തവര്, വഴിയില്ലാത്തവര്, യേശുവേ, യേശുവേ, യേശുവേ. വിഷയങ്ങളില്, സാമ്പത്തിക ബാധ്യതകളില്, ദുരിതങ്ങളില്, ആരോഗ്യങ്ങളിൽ വേദനിക്കുന്ന ഓരോ മകനും മകളും പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. രോഗം വിട്ടുമാറുന്ന സമയമാണ്. ഉള്ളങ്കാൽ വരെ രക്തം പ്രസരിക്കട്ടെ. അടിപ്പിട പോലെ, ആഘാതം പോലെ എല്ലാ രോഗങ്ങളും, രോഗങ്ങള്, 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 അരിസസ് രോഗങ്ങള്, അൾസർ രോഗങ്ങള്, ഡെങ്കിവേദന, ആഘാതത്തിന്റെ രോഗങ്ങള്, 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 തൈറോയ്ഡ് രോഗങ്ങള്, നടുവേദന യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കാരുണ്യത്തിന് നേരവും ആരാധനയും ശുദ്ധ പരമ ഇത് കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. പരിശുദ്ധ പരമ ഇത് കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമേ. ഉച്ച മുതല് ഉള്ളങ്കാൽ വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. ആരെ രോഗികള്, വിദൂരങ്ങളില്, ആശുപത്രികളില് കഴിയുന്നവര്, ഇന്ന് ഓപ്പറേഷന് നിശ്ചയിച്ചവര്, അയോധ്യക്ക് വിട്ടുപോയവര്, സ്കാനിങ്ങിന് വിട്ടുപോയവര്, സാമ്പത്തിക ബാധ്യതകൾ കൊടുത്തു വിട്ടേണ്ട എല്ലാ വ്യക്തികളും യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് എല്ലാ തടസ്സങ്ങളും, എല്ലാ ദുരിതങ്ങളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ ശാപങ്ങളും, എല്ലാ ദുരിതങ്ങളും യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. ആലമത്തോടെ പതുക്കെ പതുക്കെ കണ്ണുകൾ അടച്ചുകൊണ്ട് ആലമത്തോടെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. അഭിഷേകം കൊള്ളുന്ന സമയമാണ്. ദൈവത്തിന് അഭിഷേകം എടുക്കുന്ന സമയമാണ്. ദൈവം പറഞ്ഞ
ശക്തനും ധീരനുമായിരിക്കുക, ധീരനുമായിരിക്കുക. ഞാൻ നീ പോകുന്നിടത്തില്ല, നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ധൈര്യം കൊണ്ട് അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ശക്തി കൊണ്ട് അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, 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 ഈശോയെ. ആത്മാവിനാൽ നിറക്കണമേ, ആത്മാവിനാൽ നിറക്കണമേ, ആത്മാവിനാൽ ശക്തീകരിക്കണമേ, ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ, ആത്മാവിനാൽ നിറക്കണമേ, ആത്മാവിനാൽ ശക്തീകരിക്കണമേ, ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. പക്ഷാപരത്തോടെ